ഹലോ ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണത് നല്ല കിടിലൻ ഹെഡ്ഷോട്ട് ട്രിക്കാണ്. വെറുതെ നിന്ന് ഡ്രാഗ് ചെയ്താലൊന്നും ഹെഡ്ഷോട്ട് ആവില്ല. ഞാൻ വെച്ച സ്ഥലത്ത് ഷോട്ട് ബട്ടൺ വെക്കണം. ആദ്യം സെറ്റിങ്സ് എടുത്ത് കാണിച്ചു തരാം എത്ര ശതമാനമാണ് അതിൻ്റെ വലുപ്പം എന്നൊക്കെ. ഓക്കെ, നമുക്ക് സെറ്റിങ്സ് എടുത്ത് നോക്കാം. ഞാനൊരു 40% അത്ര തന്നെ വെച്ചത്. നിങ്ങൾ നല്ല അമർത്തി ഡ്രാഗ് ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഹെഡ്ഷോട്ട് കയറാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ അമർത്തി ഡ്രാഗ് ചെയ്യണ MP40 ഒക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, കിഡില വൺ ടാപ്പ് എന്ന് വെച്ചാൽ കിഡിലായിട്ട് കയറും. ഞാനിപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി വൺ ടാപ്പ് ട്രിക്സ് എന്തൊക്കെ നമുക്ക് പഠിക്കാം. M8 കൊണ്ട് വൺ ടാപ്പ് അടിക്കാൻ കുറച്ച് പ്രയാസമാട്ടോ. ആദ്യം നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. സ്റ്റില്ലുണ്ട്, റണ്ണുണ്ട്, സ്പീഡിൽ സ്പ്രിൻറ്റ് ഇട്ടേക്കാം. ഓക്കെ, ഇനി നമുക്ക് വുഡ്പെക്കർ എടുക്കാം. വുഡ്പെക്കർ എടുത്തിട്ട് അതിലെന്താക്കാം, എനിമീസ് ഇതാ ഇങ്ങനെ പോയി അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഒറ്റ ഡാമേജാ. വൺ ടാപ്പ് കണ്ടില്ലേ, ഇതാണ് വൺ ടാപ്പ്. ഒറ്റ വട്ട ഹെഡ് കയറാൻ എനിമി താഴെ വെക്കുക. വൺ ടാപ്പ് കണ്ടില്ലേ. ഈ വൺ ടാപ്പ് എങ്ങനെ അടിക്കാന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി ഏറ്റവും മുകളിൽ ജനറലിൽ നിന്നുണ്ടാവും. അത് നിങ്ങളെ ഫോണിൻ്റെ ലാഗും കാര്യങ്ങളും അനുസരിച്ചാണത് വെക്കേണ്ടത്. പക്ഷെ 80ൻ്റെ താഴേക്ക് അത് വെക്കാൻ പാടില്ല, വെച്ചാൽ വൺ ടാപ്പേ കയറൂല. ഞാൻ 100 ഇട്ടത് കേട്ടോ. ഇത് ഡിസ്പ്ലേ മാറ്റിയ ഫോൺ അതിനെ കൊണ്ട് കുറച്ച് സ്മൂത്ത് ഉണ്ട് കളിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഡെസേർട്ട് ഈഗിൾ കൊണ്ട് നോക്കാം. ഡെസേർട്ട് ഈഗിൾ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ ഒന്ന് പെട്ടെന്ന് അടിക്കാൻ കിട്ടില്ല. ബോഡി ഷോട്ട്, ഓൺലി ബോഡി ഷോട്ട് തന്നെ കയറുള്ളൂ. ഡെസേർട്ട് ഈഗിൾ ഞാൻ നല്ല പ്രോ ആണ്. ലോൺ വോൾഫിലൊക്കെ ഡെസേർട്ട് ഈഗിളിലെ കളിയാണ്. പക്ഷേ ഗായ്സ്, വേറൊരു കാര്യമുണ്ട്, എനിക്ക് CS റാങ്ക്ഡ് മാച്ച് മാത്രം കളിക്കാൻ കഴിയില്ല. BR റാങ്ക്ഡ് ഒക്കെ കളിക്കുക. പക്ഷെ എൻ്റെ ആകെയുള്ളൊരു സങ്കടം CS റാങ്കാണ്. അതിൽ ഹീറോയ്ക്ക് അടിക്കണമെന്ന് എൻ്റെ ഡ്രീം. പക്ഷെ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഒരു ഹെഡ്ഷോട്ട് ഞാൻ അടിക്കാം. ഒരു മിനിറ്റ്. ഡെസേർട്ട് കൊണ്ട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂബ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റില്ല് പറ്റും. പ്രോ പ്ലെയർ ആണെങ്കിൽ സ്പ്രിൻറ്റ്, നോർമൽ പ്ലെയർ ആണെങ്കിൽ റൺ തന്നെ നിങ്ങൾക്ക് മതിയാവും സ്പീഡിൽ. ഓക്കെ, ഇതിൻ്റെ ഹെഡ്ഷോട്ട് ഞാൻ കാണിച്ചുതരാം. ഒറ്റ മിനിറ്റ്. കറക്റ്റ് സ്ഥലത്തെത്തണം. ഫോണാണെങ്കിൽ നല്ല രീതിക്ക് ലാഗ് അടിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സൈഡ് നിന്നാൽ ഡെസേർട്ട് കൊണ്ട് ഹെഡ്ഷോട്ട് കയറൂല. നമുക്ക് എന്താക്കാം, ഓടിങ്ങണ്ട് അപ്പുറത്തെ സൈഡ് പോവാം. പിന്നെ ഡെസേർട്ട് കൊണ്ട് ഹെഡ്ഷോട്ട് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ ബേക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് അടിക്കണം. അങ്ങനെ തിരിയും, പെട്ടെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒറ്റ തിരിയല്ല അങ്ങോട്ട്. ഓക്കെ, ബേക്കിലേക്ക് പോവാം. ഇനി അവിടുന്ന് ഒരു ഹെഡ്ഷോട്ട് കൊടുക്കാം. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ആ പ്ലെയറിന് കൊടുക്കാൻ കഴിയും നോക്കാം. അവിടെയും ബോഡി ഷോട്ടാണ് വന്നത്. ഓക്കെ, ഒരു ഹെഡ്ഷോട്ട് കൊടുക്കണം എങ്ങനെയെങ്കിലും. ഓക്കെ, ഒന്ന് കൊടുത്ത് ഒന്നും കൂടി കിട്ടി. ഇനി M8ൻ്റെ ട്രിക്സ് ഞാൻ പഠിപ്പിച്ചു തരാം. M8ൻ്റെ ട്രിക്സ് നിങ്ങൾ സാധാ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഫോണ് ലാഗ് അടിക്കും കേട്ടോ. ഇങ്ങനെ ചാടി കണ്ടടിക്കണം. താഴെ നിന്നുകൊണ്ട് തന്നെ അടിച്ചാൽ മൊത്തത്തിൽ ബോഡി ഷോട്ടാവും. ഞാനിപ്പോൾ അടിച്ച മാതിരി. ഇങ്ങനെ എനിമി ഇപ്പം ഇതാ ഇങ്ങോട്ട് ഓടി ഇങ്ങനെ വരാണെങ്കിൽ നിങ്ങളെന്താക്കുക, അങ്ങോട്ട് ഓടിങ്ങാണ്ട് ചാടിങ്ങാണ്ട് തോക്കെടുക്കുക. എന്നിട്ട് ബേക്കിലേക്ക് തിരിഞ്ഞാണ്ട് ഒറ്റ പൊന്തിക്കൽ, പണി തീർന്ന്. പ്രോ പ്ലേയേഴ്സിൻ്റെ ലൈവിലൊക്കെ കണ്ട് പഠിച്ചവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റ് ചെയ്യണേ. 1v1 കളിക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഞാൻ സ്പ്രിൻ്റ് തന്നെ ആക്കിയിരിക്കുന്ന സ്പീഡ് ഇനി കാണിച്ചു തരാം. ഹെഡ്ഷോട്ട് ആദ്യം തന്നെ ബോഡി ഷോട്ടായി. ഓക്കെ, പിന്നെയും ബോഡി ഷോട്ട്. എനിമിൻ്റെ കൂട്ടത്തിൽ ഓടരുത്. എനിമി ഇങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ ഇതാക്കിയാൽ മതി. കണ്ടില്ലേ, ഞാൻ കയറ്റിത്തരാം ഹെഡ്ഷോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് M8ൻ്റെ വൺ ടാപ്പ് ട്രിക്ക് പഠിക്കൽ. നിങ്ങൾ എത്രത്തോളം ഫോൺ അമർത്തി പിടിക്കണേ അത്രത്തോളം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.